നമസ്കാരം, പ്രൈം ഡ്രൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അത്യാവശ്യം ഹിൽ സ്റ്റേഷനും കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് വണ്ടീൻ്റെ പേരൊന്നും ഞാൻ അടുത്ത് പറഞ്ഞില്ല. താറ് ക്രെറ്റ അങ്ങനെ കുറച്ച് ആൾക്കാർ ഡിമ്മിൻ്റെ സ്വിച്ച് ചെയ്താൽ കൊണ്ട് വരാത്ത കുറച്ച് ആൾക്കാർ റോഡിൽ പോകുന്നുണ്ട്. അപ്പോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമ്മൾ എന്തായാലും അങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചെങ്കിൽ ബാക്കി റോഡിലുള്ളവർക്ക് ഉപദ്രവമെന്ന് മാത്രമേ ഇല്ല. കാരണം അത്രയും നല്ല പെർഫോമൻസ് നൽകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന വണ്ടി ബലേനോ ആണെന്ന് വേണം പറയാൻ പറ്റും. എടുക്കുന്ന ആൾക്കാരും കൂടി ഇപ്പം ബലേനോക്ക് പോകുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കമ്പയർ ചെയ്യുന്നത് നമ്മൾ ഫ്രോങ്സും ആയിട്ടാണ്. ടർബോ ചൂസ് ചെയ്യാൻ പറ്റും. പണ്ട് ബലേനോ RS അത് വന്നപ്പം സ്വീകരിച്ചില്ല. ലോങ് ടേമിലൊക്കെ വെഹിക്കിൾ നോക്കുന്നെങ്കിൽ അത് തന്നെ. പക്ഷേ ഇത് പണ്ട് ഒരു i20 കണ്ട ഒരു നമസ്കാരം, പ്രൈം ഡ്രൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓടിയുള്ളത് ബലേനോ ആണ്. അപ്പം ഇതൊരു 3 months ആയി ഓൺ ചെയ്തിട്ട്. അപ്പോൾ അത് തന്നെ ഒരു 16,000 കിലോമീറ്റർ ഇതുവരെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു വെഹിക്കിളിനെ പോലെയും ഇതിനും നെഗറ്റീവും അതുപോലെ തന്നെ പോസിറ്റീവ് സൈഡും ഉണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് സീറ്റ വേരിയൻ്റ് ആണ്, സീറ്റ മാനുവൽ ആണ്. നമുക്ക് ബലേനോയിൽ 4 വേരിയൻസിലാണ് വരുന്നത്: സിഗ്മ, ഡെൽറ്റ, സീറ്റ, അതേപോലെ തന്നെ ആൽഫ. അതായത് ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ് വരുന്നത്. ഇതിൻ്റെ വേറെ ഗുണമെന്ന് വെച്ചാൽ അണ്ടർ 10 lakh തന്നെ നമുക്ക് ബോത്ത് മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ ആണ്. ഓൺ റോഡ് വൈസ് അണ്ടർ 10 lakh നമുക്ക് അവൈലബിൾ ആണ്. ഇത് ആൽഫയിലൊക്കെ വരുമ്പോൾ എനിക്കൊന്ന് കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്, അതുപോലെ ഈ 360 ക്യാമറ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒന്നും എനിക്ക് ആവശ്യം തോന്നിയില്ല. എന്നുവെച്ചാൽ ഇത്രയും കോമ്പാക്റ്റ് ആയ ഒരു വണ്ടിക്ക് 360 ക്യാമറ വേണമെന്ന് അങ്ങനെ നമുക്ക് തോന്നിയില്ല. അത് തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമ്മൾ എന്തായാലും അങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ബേസിക്കിൻ്റെ അത് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിതൊരു വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത്. അത് തന്നെ വേറെ ഫീച്ചേഴ്സ് വെച്ച് പൈസ നോക്കുകയാണെങ്കിലും നമുക്ക് കൊടുക്കുന്ന പൈസക്ക് മുതൽ എന്ന് പറയുന്നത് ഇപ്പം ഒരു സീറ്റ വേരിയൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഒരു അത്യാവശ്യം വേണ്ട ഒരു ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ വേരിയൻറ്റിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് അലോയ് വീൽസ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. കീലെസ് എൻട്രി, പുഷ് സ്റ്റാർട്ട്, റിയർ വൈപ്പർ കാര്യങ്ങളെല്ലാം ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഓപ്ഷനിലേക്ക് പോകുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് ഇതാണ് തോന്നിയത്. ഇതിൻ്റെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ, അതായത് മിഡിൽ ഓപ്ഷനിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 1 lakh ഒരു പ്രൈസ് കൂടുതലാണ് ഇത് വരുന്നത്. പക്ഷേ അതിനണക്കായിട്ടുള്ള ഫീച്ചർ ലോഡാണ് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ വേരിയൻറ്റ് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ സൈഡ് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമില്ല. 1.2 നാച്ചുറൽ ആസ്പെക്ട് 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. നമ്മൾ പല മാരുതി വണ്ടികളിലും കണ്ട ഒരു എഞ്ചിനാണ്. കാര്യങ്ങളായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അതിനണക്കായിട്ടുള്ള മൈലേജ് ഇൻക്രീസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. റിയൽ ലൈഫിൽ കിട്ടുന്നുണ്ട്. വെറുതെ നമ്മളെ ഫിഗേഴ്സിൽ പറയുന്നതല്ല, റിയൽ ലൈഫിൽ മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൽ CNGയിലും പെട്രോളിലും ബലേനോ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വേരിയൻറ്റിൽ LED പ്രൊജക്ട് ഹെഡ് ലാംപ്സാണ് വരുന്നത്. അത്യാവശ്യം ഇതിൻ്റെ ഒരു കാര്യം പറയുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ്. ഒരു നെഗറ്റീവ് സൈഡ് വേണമെങ്കിൽ ഇതിന് പറയണമെങ്കിൽ അത്യാവശ്യം നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചെങ്കിൽ ബാക്കി റോഡിലുള്ളവർക്ക് ഉപദ്രവമെന്ന് മാത്രമേ ഇല്ല. കാരണം അത്രയും നല്ല പെർഫോമൻസ് നൽകുന്നുണ്ട്. പിന്നെ അതുതന്നെ ഫോഗ് ലാമ്പ് ഈ വേരിയൻറ്റിൽ വരുന്നില്ല. അത് നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. ഫോഗ് ലാമ്പ് ആൽഫ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഈ സെഗ്മെൻറ്റിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന വണ്ടി ബലേനോ ആണെന്ന് വേണം പറയാൻ പറ്റും. പണ്ടുണ്ടായ അതേപോലെ തന്നെ ഒരുപക്ഷെ അതിനുപരി നമുക്ക് ഇപ്പം സെയിൽസ് നടക്കുന്നുണ്ട്. പിന്നെ അത് തന്നെ നമ്മളെ സെഗ്മെൻറ്റിൽ പല വണ്ടികളും ഇന്ന് കളഞ്ഞു. ബോഡോ ആണെങ്കിലും ഫിഗോ ആണെങ്കിലും ഇപ്പോൾ സെഗ്മെൻറ്റിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സെയിൽസും കൂടി ഇതിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് തന്നെ നമുക്ക് സ്വിഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ പലരും ഇപ്പം സ്വിഫ്റ്റ് എടുക്കുന്ന ആൾക്കാരും കൂടി ഇപ്പം ബലേനോക്ക് പോകുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബലേനോക്ക് ഇപ്പം ബലേനോ എടുക്കുന്നവർ കൂടുതലായിട്ട് കമ്പയർ ചെയ്യുന്നത് നമ്മൾ ഫ്രോങ്സും ആയിട്ടാണ്. ന്യൂലി ലോഞ്ച് ഫ്രോങ്സും ആയിട്ടാണ് ഇപ്പം മാക്സിമം ആൾക്കാർ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി വേർഷൻ എന്ന് വെച്ചാൽ നമുക്ക് ക്ലിയറൻസ് കൂടുതലാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സെയിം പ്ലാറ്റ്ഫോമാണ്. അതിൽ തന്നെ സെയിം എഞ്ചിൻ 1.2 4 സിലിണ്ടർ എഞ്ചിനായാലും വരുന്നത്. പക്ഷേ നമുക്കതിൽ ഒരു 1 liter 3 സിലിണ്ടർ എഞ്ചിനും കൂടി നമ്മൾ പണ്ട് ബലേനോ RSൽ കണ്ട ആ ഒരു എഞ്ചിനും കൂടി ഇപ്പം അതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഫ്രോങ്സ് ആണോ ബലേനോ ആണോ അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഓരോക്കും ഓരോ വണ്ടിയായിരിക്കും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഈ എഞ്ചിൻ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ 1 liter ടർബോ കുറച്ചും കൂടി ഒരു ബെറ്റർ പെർഫോമൻസ് വേണം, കുറച്ചും കൂടി ഒരു അഡ്രിനാലിൻ റഷ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ആ 1 liter ടർബോ ചൂസ് ചെയ്യാൻ പറ്റും. പണ്ട് ബലേനോ RSൽ അത് വന്നപ്പം സ്വീകരിച്ചില്ലാരും. ആ സമയത്ത് അത്യാവശ്യം ഫെയിലാണെന്ന് പറയാൻ പറ്റും. മൈലേജില്ല കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ആ സമയത്ത് അത് ഹിറ്റായിട്ടില്ല. പക്ഷെ ഇപ്പം ആ ഒരു എഞ്ചിൻ എടുക്കുന്ന കാണുന്നുണ്ട് പലരും. നമുക്ക് ബലേനോൻ്റെ ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 170 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം ഇനഫാന്ന് തന്നെ പറയാൻ പറ്റും. നമുക്ക് പല സിറ്റുവേഷനിലും നമുക്ക് ടാക്കിൾ ചെയ്ത് ഓടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അടി തട്ടാണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. വേറെ പ്രശ്നങ്ങൾ കാര്യമൊന്നുമില്ല. പിന്നെ വിത്ത് ഫുൾ ആണെങ്കിൽ മാത്രമാണ് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുക. എന്നാലും നമുക്ക് അത്യാവശ്യം ഈ റോഡിന് ഇനഫാന്ന് തന്നെ പറയാൻ പറ്റും.
പിന്നെ പലരും ഇപ്പം നമുക്കറിയാം ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടിയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. സെഗ്മെന്റിൽ ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടി നോക്കിയിട്ട് ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം നമുക്ക് റോഡ് കാര്യങ്ങളിലാണ്, നമുക്ക് റോഡിൻ്റെ അവസ്ഥ കാര്യങ്ങളാണ്. പല റോഡുകൾ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, പല റോഡുകളും ഇലക്ഷൻ വരുമ്പോൾ മാത്രം റെഡി ആവുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സോക്കോൾഡ് SUV-യിലേക്ക് ആൾക്കാർ പോകുന്നത്. മാക്രോ എന്ന് പറഞ്ഞ പല SUVs നമുക്ക് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ വേരിയൻറ്റിൽ നമുക്ക് അലോയ് വീൽസാണ് വരുന്നത്. നമുക്ക് 60 ഇഞ്ചിൻ്റെ ഒരു അലോയ് വീൽസാണ് വരുന്നത്. നമുക്ക് ടയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ 195/55 R16 വരുന്നത്. അപ്പോൾ ഡെൽറ്റയിൽ വെച്ച് നോക്കുമ്പം ടയർ പ്രൊഫൈലിൽ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ലത് ഇതാണ്. പക്ഷേ നിങ്ങൾക്ക് ടയർ ചേഞ്ച് ചെയ്യുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് കുറച്ചും കൂടി ഡെൽറ്റ തന്നെ ആയിരിക്കും. ഫുൾ ഓപ്ഷനിലും നമുക്ക് ഇതേ സൈസ് തന്നെ വരുന്നത്. സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലും നമുക്ക് ബലം നോ എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ അറിയപ്പെട്ടിട്ടുള്ളത്. അതായത് മാരുതിന് പൊതുവേ മാരുതിക്ക് സേഫ്റ്റി ഇല്ല എന്നുള്ളൊരു പറയലുണ്ട്. അതിൽ തന്നെ ബലം നോ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുമ്പം പല പാനൽസും അതേ പല കാര്യങ്ങളും നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവൻ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വരെ നമുക്കൊരു വെയിറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഒഫീഷ്യലി ക്രാഷ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളും റിസൾട്ട് കാര്യങ്ങളൊന്നും വന്നില്ല, അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ നല്ല ബെറ്ററായി തോന്നുന്നുണ്ട്. അത് തന്നെ സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗ് കാര്യങ്ങളിൽ ഇപ്പോൾ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. ഡിസയറിന് ഇപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കസ്റ്റമർ ഫീഡ്ബാക്കിൻ്റെ ഭാഗം തന്നെ പറയാൻ പറ്റും. നിങ്ങൾ ലോങ് ടേമിലൊക്കെ വെഹിക്കിൾ നോക്കുന്നെങ്കിൽ ഞാൻ എന്തായാലും നാച്ചുറൽ ആസ്പെക്ട് എഞ്ചിൻ എടുക്കാനേ പറയൂ. കാരണം നമ്മൾ ഈ 1 ലിറ്റർ ടർബോ ചെറിയൊരു എഞ്ചിനിൽ ടർബോ വെച്ചിട്ട് അതിനേക്കാളും നല്ല നിങ്ങൾക്ക് എന്തായാലും നാച്ചുറൽ ആസ്പെക്ട് എടുക്കുന്നതാണ്. ഇപ്പോൾ മെയിൻ്റെനൻസ് വെച്ച് നോക്കുന്നതാണെങ്കിലും മൈലേജ് വെച്ച് നോക്കുന്നതാണെങ്കിലും ഓവറോൾ റിഫൈൻമെൻറ്റ് വെച്ച് നോക്കുന്നതാണെങ്കിലും നമുക്ക് എന്തായാലും ഈ 1.2 നാച്ചുറൽ ആസ്പെക്ട് എഞ്ചിൻ എടുക്കുന്നതിനായിരിക്കും ബെറ്റർ. ഇതിപ്പോൾ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അത്യാവശ്യം ഹിൽ സ്റ്റേഷനും കാര്യങ്ങളും എല്ലാം ഡ്രൈവ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സിറ്റി ട്രാഫിക്കിലും ഹൈവേസിലും എല്ലാം ഡ്രൈവ് ചെയ്യുന്നതാണ്. എനിക്ക് ഒരു ടാങ്ക് ടു ടാങ്ക് ഞാൻ നോക്കിയപ്പോൾ തന്നെ എനിക്കൊരു 19 kmpl കിട്ടുന്നുണ്ട്. 19 മൈലേജ് എല്ലാം പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ്. ഇപ്പോഴത്തെ പെട്രോൾ പേസിൻ്റെ എല്ലാം വെച്ച് നോക്കുമ്പോൾ 19 മൈലേജ് പറഞ്ഞാൽ നല്ല മൈലേജാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞാൽ എന്തായാലും ബെറ്റർ എന്തായാലും 1 ലിറ്റർ ടർബോസ് തന്നെ ആയിരിക്കും. 1 ലിറ്റർ ടർബോ തന്നെ ആയിരിക്കും. കാരണം കുറച്ചും കൂടി നമുക്കൊരു ആരനാരാശ കാര്യങ്ങൾ കിട്ടും. ഇത് പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ എന്തായാലും വീക്ക് തന്നെയാണ്. വീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു റബ്ബ് ബാൻഡ് കയറുമ്പോൾ ടർബോയിൽ കിട്ടുന്ന ആ ഒരു സംഭവം ഫുൾ എന്തായാലും ഇതിൽ കിട്ടില്ല. ഇത് കുറച്ച് ഹിൽ സ്റ്റേഷൻ വരുമ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം പണ്ടത്തെക്കാളും കുറച്ചും കൂടി ലീനിയർ ആയിട്ട് ഇപ്പോൾ പവർ ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിൾ എന്തായാലും ഉണ്ട് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഹൈവേസിലും സിറ്റിയിലെല്ലാം ആണെങ്കിൽ ബെറ്ററാണ്. കാരണം സിറ്റിയിലാണെങ്കിൽ തന്നെ ആവറേജ് നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ മെയിൻ്റെനൻസിൻ്റെ കാര്യം നോക്കിയേ വേണ്ട. കാരണം നമുക്കറിയാം ഓൾറെഡി മെയിൻ്റെനൻസ് ഭയങ്കര കുറവാണ്. ഫസ്റ്റ് സർവീസിന് ഒരു 2000 അടുപ്പിച്ചേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെ അറിയില്ല. പക്ഷെ എന്തായാലും മെയിൻ്റെനൻസ് വളരെ കുറവാണ്. നമുക്കിതിൽ ട്രാക്ഷൻ കൺട്രോൾ, ESP, അതേപോലെ തന്നെ നമുക്ക് ഹിൽ ഹോൾഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെല്ലാം പ്രോപ്പർ വർക്കിംഗ് തന്നെ പറയേണ്ടി വരും. കാരണം ഹിൽ ഹോൾഡെല്ലാം കറക്റ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ കിട്ടില്ലാന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് കറക്റ്റ് മനസ്സിലാവും. നമ്മൾ ഓൺ ദ റോഡല്ലാണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കറക്റ്റ് നമുക്കത് കറക്റ്റ് പിടിക്കുന്നുണ്ട് ട്രാക്ഷൻ. അത് എന്തായാലും നല്ല വർക്കിംഗ് തന്നെ പറയേണ്ടി വരും. പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കംഫർട്ട് കൂടുതലാണെന്ന് നമുക്ക് എന്തായാലും പറയേണ്ടി വരും. കാരണം സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റ്വെയർ ആക്കിയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ബാക്കിലത്തെ പാസഞ്ചേഴ്സിനാണെങ്കിലും കുറച്ചുകൂടി നല്ല കംഫർട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവൻ എന്തോ ലോങ് ഡ്രൈവ് ആണെങ്കിലും അതങ്ങനെ ഭയങ്കര ടയർഡ് ആവുന്ന അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല. പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിന്, കുറച്ച് സ്റ്റിഫാണ് ഉണ്ടായിന് ബാക്ക്. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ആരും ഒന്നുമില്ല. അതേപോലെ ബാക്കിലത്തെ ലെഗ് റൂം എന്തായാലും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അത്യാവശ്യം നല്ല ലെഗ് റൂം ബാക്കിൽ വരുന്നുണ്ട്. തൈ സപ്പോർട്ട് കുറച്ച് കുറവാണെങ്കിലും ലെഗ് റൂം അത്യാവശ്യം നല്ലോണം വരുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. അതുപോലെ നമുക്ക് ഇന്ത്യയിലൊക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് ടിൽറ്റും ടെലസ്കോപ്പിക് 2 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് നമുക്ക് ഈ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 6 way അഡ്ജസ്റ്റബിൾ ആയിരുന്നു. നമുക്ക് ഹൈറ്റും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ടബിൾ ഡ്രൈവിംഗ് പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് തന്നെ പറയാൻ പറ്റും. കാരണം ഹൈറ്റ് എന്തായാലും ബേസ് മോഡലോട് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് ഹൈറ്റ് കുറവാണെങ്കിൽ നമുക്കത് നല്ലൊരു പൊസിഷൻ കണ്ടെത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് പറയാനെടുക്കാൻ പറ്റില്ല. കാരണം ഈ പവർ വിൻഡോ സ്വിച്ച് പണ്ട് മുതലേ നമ്മൾ പഴയ ജനറേഷനിലേ കണ്ട എല്ലാ വണ്ടിയിലും കാണുന്ന അതേ പവർ വിൻഡോ സ്വിച്ച് തന്നെ ഇപ്പം വരുന്നത്. അപ്പോൾ അതൊന്നും മാറ്റായിരുന്നു. കാരണം അത് കണ്ട് എന്തോ ഒരു ഇപ്പം ഭയങ്കര അനോയിങ് ആയി മാറി. അതിൽ തന്നെ ഈ സ്വിച്ചസിൽ ബാക്ക് ലൈറ്റ് ഇല്ല. ഇപ്പം നൈറ്റെല്ലാം നമുക്ക് പലപ്പോഴും മാറിപ്പോകും, സ്വിച്ച് മാറിപ്പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നവരല്ലെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാറുണ്ട്. ബാക്ക് ലൈറ്റ് ജസ്റ്റ് കൊടുക്കായിരുന്നു. അതുപോലെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ്സിൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വേരിയൻറ്റിൽ ഒരു 7 inch യൂണിറ്റാണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല ഇതായിട്ട് വർക്ക് ചെയ്യുന്ന പറയേണ്ടി വരും. കാരണം ചിലതിൽ നമ്മളങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് തന്നെ 4 സ്പീക്കേഴ്സും 2 ട്വീറ്റേഴ്സും വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല സിസ്റ്റം തന്നെ പറയേണ്ടി വരും. കാരണം നല്ല ഓഡിയോ ക്വാളിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വേരിയൻറ്റോട്ട് നമുക്ക് മൾട്ടി ഫങ്ഷണൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡിജിറ്റൽ മൾട്ടി ഫങ്ഷണൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് തന്നെ നമുക്ക് മാപ്പ്
ഇടുമ്പം നമുക്ക് ടേൺ ടു ടേൺ നാവിഗേഷൻ അതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും യൂസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റും. അതായത് നമുക്ക് AC കൺട്രോൾസ് കാര്യങ്ങളിൽ അത്യാവശ്യം നൈസ് തന്നെ പറയേണ്ടി വരും. നല്ല ഫംഗ്ഷണലായിട്ട് വർക്ക് ചെയ്യാൻ കൺവിൻസിങ് ആണ്. ടോഗിൾ സ്വിച്ച് കാര്യങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് തന്നെ പക്ഷേ ഇത് പണ്ട് ഒരു i20 കണ്ട ഒരു ഇതായിട്ട് സാമ്യത ഉണ്ടോയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഡോർ ബോക്സെല്ലാം അത്യാവശ്യം ഇനഫാന്ന് തന്നെ പറയാൻ പറ്റും. ഒരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ വേരിയൻ്റ് നമുക്ക് ആംറസ്റ്റ് അവൈലബിൾ ആണ്. ആംറസ്റ്റിൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ റെയർ AC ഈ വേരിയൻ്റോട്ടാണ് വരുന്നത്. സ്റ്റിയറിങ്ങിനെ കുറിച്ച് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അധികം മാരുതിയിലും കണ്ടുവരുന്ന സെയിം സ്റ്റിയറിംഗ് തന്നെയാണ് വരുന്നത്. ഈവെന്തോ ജിംനിയിൽ വരെ സെയിം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം വേണ്ട കൺട്രോൾസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ ഈ മോഡലിൽ അവൈലബിൾ അല്ല. അത് ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഈ ക്രൂസ് കൺട്രോൾ അവൈലബിൾ ഉള്ളൂ. പക്ഷേ സ്റ്റിയറിംഗിൻ്റെ ഡ്രോബാക്ക് ആയിട്ടാണ് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഓപ്ഷനിൽ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വരുന്നത്. ഈ ഓപ്ഷനിൽ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് അല്ല വരുന്നത്. പക്ഷേ ഇത് കുറച്ച് സ്ലിപ്പറിയാണ്. ചില സിറ്റുവേഷനിൽ ഇത് കുറച്ച് സ്ലിപ്പറി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്തെന്ന് തോന്നി. പക്ഷേ പ്രീവിയസ് ജനറേഷൻ പണ്ടത്തെ മാരുതി കാസിൻ്റെ സ്റ്റിയറിംഗിൻ്റെ ഒരു സ്ലിപ്പറി വെച്ച് നോക്കുമ്പോൾ കുറച്ച് അത്ര സ്ലിപ്പറി അല്ല, പക്ഷേ എന്നാലും കുറച്ച് സ്ലിപ്പറി ആയി തോന്നുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഇല്ലൂ. അതുകൊണ്ട് വണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഇല്ലൂ. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് കവേഴ്സ് കാര്യങ്ങളിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ബാക്ക് സീറ്റിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നല്ല കംഫി ആയിട്ടുള്ള സീറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ AC വരുന്നുണ്ട്. അത് തന്നെ ബ്ലോവർ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 2 C ടൈപ്പ് ചാർജറും വരുന്നുണ്ട്. ഡോർ പോക്കറ്റ്സ് ഇനഫ് അല്ല. എന്തായാലും നമുക്കൊരു 1/2 ലിറ്റർ ബോട്ടിൽ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പം അധിക സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ കാരണം അങ്ങനെ തന്നെ വരുന്നത്. താങ്ക്സ്ഫുള്ളി നമുക്ക് 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പല കാറിലും നമുക്ക് ഹെഡ് റെസ്റ്റ് ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ നമുക്ക് തൈ സപ്പോർട്ട് കുറച്ചൊരു കുറവായിട്ട് തോന്നി. കുറച്ച് ഹൈറ്റിലാക്കാണ് തൈ സപ്പോർട്ട് കുറച്ച് കുറവായി തോന്നും. പക്ഷേ ലെഗ് സ്പേസ് ഒരു രക്ഷയില്ല. നമുക്ക് എത്ര ഹൈറ്റിലാണെങ്കിലും നമുക്ക് ബാക്കിൽ ഫ്രണ്ട് സീറ്റ് മൊത്തം ബാക്കിൽ ഇട്ടാലും നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ ലോങ് ജേർണിയിലെല്ലാം കുറച്ച് നല്ല കംഫർട്ട് ആയിരിക്കും. ബൂട്ട് സ്പേസ് നമുക്ക് അത്യാവശ്യം ഇനഫാന്ന് തന്നെ പറയാൻ പറ്റും. നമുക്ക് 318 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് ഇതിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം നമ്മളൊരു ഫാമിലി ഒരു ടൂർ ട്രിപ്പ് കാര്യങ്ങളിലും പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇനഫായിട്ടുള്ള സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് നമുക്ക് 60-40 സ്പ്ലിറ്റും വരുന്നുണ്ട്. അത് അത്യാവശ്യം കൺവീനിയൻസ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ബൂട്ട് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കീലെസ് എൻട്രിൻ്റെ റിക്വസ്റ്റ് സെൻസർ നമുക്ക് ബൂട്ടിലും കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യമാണ്. കാരണം നമുക്ക് ബാക്കിൽ നിന്ന് വരുന്നെങ്കിൽ നമുക്ക് നേരിട്ട് ആക്സസ് ചെയ്യാം. വണ്ടി അൺലോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് കൊടുത്തില്ല. അതുകൊണ്ടൊന്ന് കൊടുത്തില്ലെങ്കിൽ കുറച്ചും കൂടി നന്നായും തോന്നി. പിന്നെ ഫുൾ ഓപ്ഷന് എനിക്ക് വേണം എന്ന് തോന്നിയ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോ ഡീമിങ് IRVM ഇതിൽ കൊടുക്കായിരുന്നു. അപ്പോൾ അത് ഇതിൽ കൊടുത്തില്ല. അതെന്തായാലും കൊടുക്കായിരുന്നു. കാരണം നമുക്കറിയാം റോഡുകളിൽ പലപ്പോഴും ബാക്കിൽ പ്രത്യേകിച്ച് വണ്ടീൻ്റെ പേരൊന്നും ഞാൻ തോന്നില്ല. താറ് ക്രെറ്റ അങ്ങനെ കുറച്ച് ആൾക്കാർ ഡിമ്മിൻ്റെ സ്വിച്ച് ചെയ്താൽ കൊണ്ട് വരാത്ത കുറച്ച് ആൾക്കാർ റോഡിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്ത കുറച്ചുകൂടി ഒരു ഉപകാരം തോന്നി. ഇതിൻ്റെ ക്ലച്ചെല്ലാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലൈറ്റാണ്. AV കാര്യങ്ങളും നല്ല ലൈറ്റാണ്. അപ്പോൾ നമുക്ക് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കെല്ലാം നമുക്ക് കുറച്ചും കൂടി കൺവിൻസിങ് ആണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കണക്റ്റിങ് കാര്യങ്ങളൊന്നല്ല. പൊതുവേ നമ്മളൊരു മാരുതിയിൽ കണ്ടിരുന്ന ഒരു സ്റ്റിയറിംഗ് ഫീഡ്ബാക്കേ ഇല്ലൂ നമുക്ക്. അതേപോലെ ലൈറ്റാണെന്ന് വെച്ചാൽ ലൈറ്റ് അല്ല, അങ്ങനെ ഓവർ ഹിണ്ടായി ലൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത്യാവശ്യം ലൈറ്റാണ്, കൺവിൻസിങ് ആണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ മാരുതി കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുന്നതിൽ വേറൊരു ഉദാഹരണം എന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂവൽ ലിഡ് ഓപ്പണർ നമുക്കെല്ലാവർക്കും പറഞ്ഞ ഫ്യൂവൽ ലിഡ് ഓപ്പണർ ഡ്രൈവർ സൈഡിൻ്റെ റൈറ്റ് സൈഡിൽ താഴെ ഉണ്ടായത്. അപ്പോൾ അത് അവർ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കൺവിൻസിങ് തന്നെ പറയാൻ പറ്റും. മറ്റ് പല സമയത്ത് ഈ ബൂട്ട് മാറ്റിൻ്റെ അടിയിലൊക്കെ വന്ന് കിടക്കുന്ന അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് റീപ്ലേസ് ചെയ്ത് എന്തായാലും നല്ലതായി. അതുപോലെ തന്നെ ഗ്ലൗ ബോക്സ് അത്യാവശ്യം ഡീസൻറ്റ് ഇനഫാന്ന് തന്നെ പറയാൻ പറ്റും. ലൈറ്റും കാര്യങ്ങളും വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ട്. പിന്നെ ഡ്രോബാക്ക് ആണെന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കൂൾഡ് ഗ്ലൗ ബോക്സ് കൊടുക്കായിരുന്നു. ടേണിങ് റേഡിയസ് അത്യാവശ്യം നൈസാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം ചെറിയ സ്ഥലം ഉണ്ടായാൽ തന്നെ നമുക്ക് അത്യാവശ്യം ടേൺ ചെയ്ത് വണ്ടി വളച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ബിഗിനർ ആണെങ്കിലും നമുക്ക് ചെറിയ സ്ഥലത്ത് തന്നെ സ്പേസിൽ നിന്ന് വളച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതെന്തായാലും നല്ല ഇതാണെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബലേനോയിൽ തോന്നിയ കുറച്ച് നെഗറ്റീവ്സും അതുപോലെ തന്നെ പോസിറ്റീവ്സും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പോസിറ്റീവ്സാണ് എനിക്ക് കൂടുതലായി തോന്നിയത്. അപ്പം ബാക്കിയെല്ലാം നിങ്ങളെ ഡിപ്പെൻസ് ആണ്. ഇപ്പം ആൾക്കാർ ടെസ്റ്റ് ചെയ്ത് മേടിക്കുന്നതില്ല, കാരണം അതിൻ്റെ റീസെയിൽ വാല്യൂ, മെയിൻ്റെനൻസ്, ബാക്കി കാര്യങ്ങളെല്ലാം ആണ്. അപ്പം ബാക്കിയെല്ലാം നിങ്ങളിഷ്ടമാണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഒരു ഹാച്ച് ബാക്ക് നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ബലേനോ.